നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ജില്ലയുടെ വികസനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇന്ത്യക്ക് മുഴുവൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുക്കാനുള്ള ശേഷിയും കഴിവുമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇനി രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ചരക്കു നീക്കത്തിന്റെ 80% നടക്കാൻ പോകുന്നത് വിഴിഞ്ഞം വഴിയാകും. വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പുകളിലെ ചരക്കുകൾ ഇനി കേരളത്തിലെ റോഡുകളിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. 2024 ജൂലൈ 12 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ കേരളം ഔദ്യോഗികമായി സ്വീകരിച്ചു. ഏറെ നാളായി സ്വപ്നം കാണുന്ന പദ്ധതിയാണ് വിഴിഞ്ഞത്ത് ഇന്ന് സഫലമായത്. 1905 തിരുവിതാംകൂർ രാജാവായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മ വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും നടന്നില്ല. 1945 സർ CPയും പദ്ധതി തയ്യാറാക്കിയിരുന്നു. 1991 കരുണാകരൻ സർക്കാരും ഒരു ശ്രമം നടത്തി. അന്നത്തെ തുറമുഖ മന്ത്രി MV രാഘവനാണ് അന്ന് ചുക്കാൻ പിടിച്ചത്. AK ആന്റണി സർക്കാർ 1995 കുമാർ എനർജി കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. EK നായനാർ സർക്കാരും പദ്ധതി തയ്യാറാക്കി 1999 കരാർ ഒപ്പിട്ടിരുന്നു. 2005 പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ടെൻഡർ വിളിച്ചത് പ്രകാരമെത്തിയ കമ്പനിക്ക് സുരക്ഷാ അനുമതി നിഷേധിക്കപ്പെട്ടു. പാരിസ്ഥിതിക അനുമതി ലഭിച്ച ശേഷം ടെൻഡർ നടപടികളുമായി ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ടു പോയതോടെയാണ് തുറമുഖ നിർമ്മാണത്തിന് ജീവൻ വെക്കുന്നത്. 2015 ഡിസംബർ 5 നിതിൻ ഗഡ്കരിയുടെയും അദാനി ഗ്രൂപ്പിന്റെ CEO കരൺ അദാനിയുടെയും ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ AD 620 തന്നെ വിഴിഞ്ഞം പ്രധാന തുറമുഖമായിരുന്നു എന്ന് നിരവധി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമിലെയും മൊസോപ്പൊട്ടോമിയയിലെയും സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ള കുറിപ്പുകളിൽ വിഴിഞ്ഞത്തെക്കുറിച്ചും തുറമുഖത്തേക്കുള്ള കപ്പൽ പാതയെക്കുറിച്ചും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിത, ബ്ലിങ്ക തുടങ്ങിയ പേരുകളിലും വിഴിഞ്ഞം അറിയപ്പെട്ടിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ എഴുതപ്പെട്ട പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിലും വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കുമരിക്ക്, അതായത് കന്യാകുമാരിക്ക് സമീപത്തെ വലിത എന്ന തീരദേശ ഗ്രാമമാണ് വിഴിഞ്ഞമെന്നും ആഴമേറിയ പ്രകൃതിദത്ത തുറമുഖം ആണ് എന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. AD 2-3 നൂറ്റാണ്ടുകളിൽ നാവികർ ഉപയോഗിച്ചിരുന്ന പ്യൂട്ടങ്കർ ടേബിൾ എന്ന ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ബ്ലിങ്ക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉപനഗരമെന്ന നിലയിലാണ് തിരുവനന്തപുരത്തിന്റെ വികസനമെന്ന് K. ശിവശങ്കരൻ നായരുടെ അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 രാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു വിഴിഞ്ഞം. 1990 കാലഘട്ടത്തിൽ രാജരാജ ചോളന്മാരുടെ ആക്രമണത്തെ തുടർന്ന് രാജേന്ദ്ര ചോള പട്ടണം എന്ന് പേരിട്ടു. 3-ാം നൂറ്റാണ്ടിൽ ചൈന, ഇറാൻ, തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് വ്യാപാര കപ്പലുകൾ എത്തിയതിന്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കുവലയമാല എന്ന കൃതിയിൽ വിജയപുരി എന്നാണ് വിഴിഞ്ഞത്തെ വിശേഷിപ്പിച്ചത്. ആയി രാജവംശത്തിന്റെ തുറമുഖ നഗരമായിരുന്ന വിഴിഞ്ഞം അതിന്റെ അവസാന കാലത്ത് വിഴിഞ്ഞമായിരുന്നു അവരുടെ തലസ്ഥാന നഗരമായിട്ട് ഉണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ സഞ്ചാരിയായ ക്ലോഡിയസ് ടോളമി തന്റെ യാത്രാ വിവരണത്തിൽ വിഴിഞ്ഞത്തെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമേറിയ ഏടുകൾ സമ്മാനിച്ച സംഘകാലഘട്ടത്തിലെ പ്രമുഖ രാജാക്കന്മാരായിരുന്നു അണ്ടിരൻ, തിതിയൻ, അതിയൻ തുടങ്ങിയവർ. ചെങ്കോട്ടയ്ക്കടുത്ത് പൊതിയൻമാലയിലെ ആയിക്കുടിയായിരുന്നു മൂവരുടെയും ആസ്ഥാനം. അക്കാലത്ത് വിഴിഞ്ഞം രാജാക്കന്മാരുടെ പ്രമുഖ തുറമുഖമായിരുന്നു. രാജ്യത്തെ വിഭവങ്ങൾ കടൽ കടന്ന് വന്നിരുന്നത് വിഴിഞ്ഞത്ത് കൂടിയാണ്. റോമൻ സാമ്രാജ്യത്തിൽ നിന്നുള്ള കപ്പലുകൾ പോലും അന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരുന്നു. അക്കാലത്ത് വിഴിഞ്ഞത്ത് ഒരു സൈനിക താവളവും ഉണ്ടായിരുന്നു. തുറമുഖത്തിന്റെ നിയന്ത്രണം അവിടുത്തെ സൈനികരുടെ കൈകളിലായിരുന്നു. പ്രകൃതി സമ്പത്തിന്റെ അക്ഷയഖനിയായിരുന്നു അന്ന് രാജ്യം. ശിലാലിഖിതങ്ങളിൽ നിന്നും അനുബന്ധ ചരിത്രരേഖകളിൽ നിന്നുമാണ് രാജവംശം വിഴിഞ്ഞം കേന്ദ്രമാക്കി വാണിരുന്നു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചത്. വിഴിഞ്ഞത്തെത്തിയ ഉടൻ രാജാക്കന്മാർ ഇവിടെ ഒരു കോട്ടയുണ്ടാക്കി. പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയന്റെ കാലത്തെ മദ്രാസ് കോപ്പർ പ്ലേറ്റിൽ ഇവിടുത്തെ കോട്ടയെക്കുറിച്ചും പരാമർശമുണ്ട്. വിസ്തൃതമായ കിടങ്ങുകളും 4 പുറവും കടൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ആകാശം മുട്ടുന്ന മതിലുകളോടുകൂടിയ വൻ കോട്ടയുമുണ്ട് എന്നാണ് വിഴിഞ്ഞം കോട്ടയെക്കുറിച്ചുള്ള വിവരണം. സമ്പന്നമായ ഒരു ടൗൺഷിപ്പിനെ കുറിച്ചുള്ള വിവരണവും മദ്രാസ് കോപ്പർ പ്ലേറ്റിലുണ്ട്. ചോള രാജാവായ രാജരാജ ചോളന്റെ മകനായ
രാജേന്ദ്ര ചോളൻ 1019 ആയി രാജാക്കന്മാരിൽ നിന്നും വിഴിഞ്ഞം ആക്രമിച്ച് കീഴടക്കി. വിഴിഞ്ഞത്തിന്റെ പേര് രാജേന്ദ്ര ചോള പട്ടണം എന്നാക്കി. ഇന്നത്തെ പേര് വരുന്നതിന് മുൻപ് വിഴിഞ്ഞത്തുവായി എന്നായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. ഇത് ലോപിച്ചാണ് വിഴിഞ്ഞം എന്ന പേരുണ്ടായത്. ഇത്രയും ആണ് ചരിത്രം. ഇനി അല്പം ഐതിഹ്യം കൂടി ഇതിന്റെ കൂടെയുണ്ട്. 3000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിലെ സോളമൻ ചക്രവർത്തി ജെറുസലേം വാഴുന്ന കാലത്ത് സോളമന്റെ രാജധാനിയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ പ്രവഹിക്കുമായിരുന്നു. ഇത്തരത്തിൽ സോളമന് വേണ്ടി ചന്ദനം, സ്വർണം, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ജെറുസലേമിൽ എത്തിച്ചത് ഓഫിർ എന്നൊരു തുറമുഖത്തു നിന്നാണ് എന്നാണ് ബൈബിളിൽ ഒന്നിലേറെ ഇടങ്ങളിൽ പരാമർശിക്കുന്നത്. ഇത് വിഴിഞ്ഞത്തിന് ഏതാനും നാഴിക തെക്കുള്ള പൂവാർ ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം സോളമന്റെ രാജധാനിയിലേക്ക് എത്തിയെന്ന് പറയുന്ന വസ്തുക്കളിൽ സ്വർണമൊഴികെ മറ്റെല്ലാം തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ ലഭ്യമാണ്. തെക്കൻ തിരുവിതാംകൂറിലെ വലിയ നദികളിൽ ഒന്നായ നെയ്യാറിന്റെ അഴിമുഖം പൂവാർ കടപ്പുറത്താണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരമൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. കച്ചവടത്തിനെത്തിയ പോർച്ചുഗീസുകാർ വിഴിഞ്ഞത്ത് പണ്ടകശാല നിർമ്മിച്ചതും പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും പിന്നാലെ തെക്കൻ തീരത്തേക്ക് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനെത്തിയ ബ്രിട്ടീഷുകാർക്ക് വിഴിഞ്ഞത്ത് ഒരു കോട്ട കെട്ടി വ്യാപാരം നടത്തുന്നതിനുള്ള സമ്മതം ആറ്റിങ്ങലിലെ ഉമയമ്മ റാണി നൽകിയെങ്കിലും വിഴിഞ്ഞത്ത് കോട്ട പണിയണം എന്ന ആവശ്യം റാണിയുടെ മന്ത്രിമാരും എട്ടുവീട്ടിൽ പിള്ളമാരിൽ പ്രധാനികളുമായ കുടമൻ പിള്ളയും വഞ്ചിമുട്ടത്ത് പിള്ളയും എതിർത്തു. പകരം 5 തെങ്ങിൽ കോട്ട പണിയുവാൻ ഇവർ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിലുള്ളതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെ 5 തെങ്ങിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും പിള്ളമാരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി 5 തെങ്ങിൽ കോട്ട പണിയുവാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. പിന്നെ ബ്രിട്ടീഷുകാർ നാടിന്റെ അധികാര കടിഞ്ഞാൺ സ്വന്തമാക്കിയെങ്കിൽ തന്നെയും വിഴിഞ്ഞത്തെ ബ്രിട്ടീഷുകാരും ഓർത്തില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷവും വിഴിഞ്ഞത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. പിന്നീട് 90കളുടെ തുടക്കത്തിലാണ് കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് തുറമുഖ വകുപ്പ് മന്ത്രിയായ MV രാഘവൻ വിഴിഞ്ഞത്ത് ഒരു തുറമുഖം നിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഏറെ കടമ്പകൾക്ക് ശേഷം ഇന്ന് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയപ്പോൾ അവകാശവാദം ഉന്നയിക്കാൻ മുന്നോട്ട് വരുന്നത് ഏറെ പേരാണ്. അതെന്തു തന്നെ ആയിക്കോട്ടെ, ലോക ഭൂപടത്തിൽ നമ്മുടെ കേരള തലസ്ഥാനവും വിഴിഞ്ഞവും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായും നമുക്കെല്ലാം അഭിമാന മുഹൂർത്തം തന്നെയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.